എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി അക്കാഡമിയ സയൻസ് ട്യൂട്ടറിംഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരുന്നത്? ഹീറ്റിംഗ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്ലയൻസസിൽ എങ്ങനെയാണ് ഹീറ്റ് റിലീസ്ഡ് ആവുന്നത്, എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ നിന്നും ഹീറ്റ് എനർജി പുറപ്പെടുന്നത്, അത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കണ്ടു എന്താണ്, ചില അപ്ലയൻസസിൽ, ഫോർ എക്സാമ്പിൾ അയൺ ബോക്സ് പോലുള്ള അപ്ലയൻസസിലൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കംപ്ലീറ്റ് ആയിട്ടും എന്തായിട്ട് മാറണം? ഹീറ്റ് എനർജി ആയിട്ട് മാറണം. അപ്പോൾ അവിടെ ഹീറ്റ് റിലീസ് ചെയ്യുന്നത് കൂടുതൽ എമൗണ്ട് റിലീസ്ഡ് ആവണം. എന്നാൽ ബാക്കിയുള്ള അപ്ലയൻസസിലോ വേറെ ഫങ്ഷനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അപ്ലയൻസസിലാണെങ്കിൽ ഹീറ്റ് എനർജി കുറവായിരിക്കണം റിലീസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, ബേസ്ഡ് ഓൺ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു റെസിസ്റ്റൻസസ് എന്തിനാണ് സർക്യൂട്ടിൽ? ടു പ്രിവെന്റ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പം റെസിസ്റ്റൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നതിൻ്റെ എമൗണ്ടിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ബിക്കോസ് H=I²RT ആയിരുന്നു ജൂൾസ് ലോ. അപ്പോൾ അതിൽ തന്നെ എന്താണ്, H is directly proportional to resistance of the conductor. അപ്പം റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമുക്ക് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, കറണ്ട് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇപ്പോൾ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു അപ്ലയൻസിൽ റെഗുലേറ്റ് ചെയ്യുന്നത്, കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ സർക്യൂട്ട്സിൽ അല്ലെങ്കിൽ അപ്ലയൻസസിലൊക്കെ എങ്ങനെയാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്താൽ നമുക്ക് വേണ്ട വാല്യൂസ് കിട്ടാം, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റെസിസ്റ്റൻസിനെ സർക്യൂട്ട്സിൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്നാമത്തേത് സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു സർക്യൂട്ട്സിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂസ് എടുത്തിട്ട് അതിനെ പല രീതിയിൽ കോമ്പിനേഷൻസ് ആക്കി കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട കറണ്ടിന്റെ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം രണ്ട് റെസിസ്റ്റൻസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. ആ റെസിസ്റ്റൻസിനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ, വൺ ആഫ്റ്റർ ദി അതർ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്, സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യും. വി ഹാവ് ടു റെസിസ്റ്റേഴ്സ് ഹിയർ, R1 ആൻഡ് R2. ഇതാണ് എന്ത്? സീരീസ് കണക്ഷൻ. ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നിന്റെ എൻഡിലേക്ക് അടുത്തതിനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് സീരീസ് കണക്ഷൻ. ഇനി രണ്ടാമതൊരു കണക്ഷൻ കൂടിയുണ്ട്, പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്ക് ഹിയർ, റെസിസ്റ്റൻസ് R1, റെസിസ്റ്റൻസ് R2. രണ്ട് റെസിസ്റ്റേഴ്സിന്റെയും ബോത്ത് എൻഡ്സ് കണക്റ്റഡ് ആണ് ഇവിടെ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് ബാക്ക് ടു ബാക്ക് ആണെങ്കിൽ ഇതിന്റെ രണ്ട് എൻഡ്സും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് സീരീസ് കണക്ഷൻ ആൻഡ് ദിസ് വൺ ഇസ് പാരലൽ കണക്ഷൻ. സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. ഇനി സീരീസ് കണക്ഷന്റെയും പാരലൽ കണക്ഷന്റെയും സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമുക്കറിയണം. എന്തിനാണ് ഇതിനെ സീരീസ് ആയിട്ട് അല്ലെങ്കിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞാലല്ലേ നമുക്കൊരു സർക്യൂട്ടിൽ അതിനെ വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സീരീസ് കണക്ഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ സപ്ലൈ ബാറ്ററി കണക്ട് ചെയ്യാണ്, സ്വിച്ച് ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ്. ഇതിനെയും നമ്മളൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മൾ സപ്ലൈ
ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ബാറ്ററി കണക്ട് ചെയ്തു, സെല്ല് കണക്ട് ചെയ്തു. സർക്യൂട്ട് ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കീയും കണക്ട് ചെയ്തു. അപ്പോൾ അതെന്താണ്, ഈ രണ്ടെണ്ണത്തിൻ്റെയും സർക്യൂട്ട് കംപ്ലീറ്റ് ആയി അല്ലേ. ഇനി സീരീസ് കേസ് നോക്കാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുമല്ലോ, ഈ റെസിസ്റ്റേഴ്സിൽ കൂടി കറണ്ട് പാസ് ചെയ്യും. ഇതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് റെസിസ്റ്റേഴ്സിലുമുള്ള കറണ്ട് വിൽ ബി ദി സെയിം. കറണ്ട് ഇവിടെ നമ്മൾ എത്ര കറണ്ടാണോ പോകുന്നത് അതേ കറണ്ട് തന്നെയാണ് ഈ രണ്ട് റെസിസ്റ്ററിലും ഉണ്ടാവുക, സെയിം. കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. വെറാസ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അപ്പോൾ വോൾട്ടേജ് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, സീരീസ് കണക്ഷനിലാണെങ്കിൽ വോൾട്ടേജ് വിൽ ബി സ്പ്ലിറ്റ് അപ്പ്. അപ്പോൾ വോൾട്ടേജ് ഇവിടെ V1 ആണെങ്കിൽ ഇവിടെ V2, അപ്പോൾ വോൾട്ടേജ് സ്പ്ലിറ്റ് അപ്പ് ആവും, കറണ്ട് സെയിം ആയിരിക്കും. വോൾട്ടേജ് വിൽ ബി ഡിഫറെൻറ്റ് ആൻഡ് കറണ്ട് വിൽ ബി സെയിം ത്രൂ ദി ടു റെസിസ്റ്റേഴ്സ്. ഇതാണ് സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത. എന്താണ്, സെയിം കറണ്ട് ഡിഫറെൻറ്റ് വോൾട്ടേജ്. ഓക്കെ, ഇനി പാരലൽ കണക്ഷൻ എടുക്കുക. എന്താണ് പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത? ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ എന്ത് ചെയ്യും, കറണ്ട് ഐ ആണ് നമ്മൾ സപ്ലൈ ചെയ്തപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് ഐ. ഇതെന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ I2 I1 ഇങ്ങനെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. രണ്ട് റെസിസ്റ്റേഴ്സിലും കൂടിയുള്ള കറണ്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. Whereas potential difference will be the same across the two resistors. Parallel ആണെങ്കിൽ voltage will be the same or potential difference will be the same, whereas current will be different. Just opposite that of the series connection. അത് എപ്പോഴും ഓർത്തിരിക്കുക. സീരീസ് ആണെങ്കിൽ current is the same, potential difference will be the different. In parallel connection, current will be split up and potential difference will be the same. So here same the potential difference and different current. Okay, clear ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ട് സർക്യൂട്ട്സ് കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കൂ, രണ്ട് ബൾബ്സ് ഉണ്ട്, B1 and B2. ബൾബ് B1 and B2. ഇവിടെ അതേപോലെ തന്നെ രണ്ട് ബൾബുണ്ട്, B1 and B2. പക്ഷെ ഡിഫറൻസ് നോക്കുക, ഇവിടെ ഈ രണ്ട് ബൾബിനെയും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ സർക്യൂട്ടിൽ രണ്ട് ബൾബിനെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് ബൾബിൽ കൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്, സെയിം കറണ്ടാണ് പാസ് ചെയ്യുക ഈ രണ്ട് ബൾബിൽ കൂടെയും, B1 and B2 ഇൻ സീരീസ് സർക്യൂട്ട്. വെറാസ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകും. പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്ത് പോകും. V1 V2 എന്ന് പറഞ്ഞ് പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്ത് പോകും, കറണ്ട് സെയിം ആയിരിക്കും. വെറാസ് ഈ സർക്യൂട്ട് നോക്കുക, പാരലൽ കണക്ഷനിൽ എന്താണ് സംഭവിക്കുക, സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ വെച്ച് കറണ്ട് സ്പ്ലിറ്റ് ആവും. I1 I2 എന്ന് പറഞ്ഞ് കറണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. വേറസ് പൊട്ടൻഷ്യൽ നമ്മൾ ഇവിടെ എത്രയാണോ കൊടുത്തത് അത്ര തന്നെയായിരിക്കും ഇവിടെ. പൊട്ടൻഷ്യൽ വിൽ ബി ദി സെയിം. പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്യുന്നില്ല. പൊട്ടൻഷ്യൽ ഈ രണ്ട് ബൾബിലും എന്താണ്, സെയിം ആയിരിക്കും. വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഏത് സർക്യൂട്ടിലായിരിക്കും ബൾബിൽ കൂടുതൽ ഗ്ലോ ചെയ്യുന്നത്? എല്ലാ ബൾബിനും ഒരേ പവർ ആണെന്ന് വിചാരിക്കുക. 3 watt പവറിൻ്റെ ബൾബാണ് ഈ 4. സോ ഇൻ ദാറ്റ് കേസ് ഇതിൽ ഏത് സർക്യൂട്ടിലുള്ള ബൾബാണ് കൂടുതൽ ഗ്ലോ ചെയ്യുക? ഓഫ് കോഴ്സ് പാരലൽ കണക്ഷനിലുള്ളതായിരിക്കും. കാരണം എന്താ,
അവിടെ വോൾട്ടേജ് ഡിവൈഡ് ആയി പോകുന്നില്ല. സെയിം നമ്മൾ എത്ര വോൾട്ടേജ് ആണോ സപ്ലൈ ചെയ്തത് അത്ര തന്നെ വോൾട്ടേജ് ഈ രണ്ട് ബൾബിനും കിട്ടുന്നുണ്ട്. വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ട് ഈ പാരലൽ കണക്ഷനിലുള്ള ബൾബായിരിക്കും കൂടുതൽ ഗ്ലോ ചെയ്യുന്നത്. കാരണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേസമയം ഇതില് ഈ സീരീസ് കണക്ഷനിൽ ബൾബിന് നമ്മൾ സപ്ലൈ ചെയ്ത ആ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഗ്ലോ കുറവായിരിക്കും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. ഇനി മറ്റൊരു കാര്യം നോക്കുക. ഇവിടെ B1 എന്ന് പറയുന്ന ബൾബ് ഫ്യൂസ് അടിച്ചു പോയി എന്ന് വിചാരിക്കുക, ഫ്യൂസ് ആയിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ സർക്യൂട്ടിന് ഒരു ബ്രേക്ക് വന്നു അല്ലേ? അപ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് ഈ ബൾബ് ഫ്യൂസ് ആയിപ്പോയി, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാണ്, കറണ്ട് പാസ് ചെയ്യുമോ? ഈ B2 എന്ന് പറയുന്ന ബൾബിന് കുഴപ്പമൊന്നുമില്ല, B2 ഫ്യൂസ് ആയിട്ടില്ല. പക്ഷെ B2 എന്ന് പറയുന്ന ബൾബ് ഗ്ലോ ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്? ബിക്കോസ് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഇവിടെ ബൾബ് ഫ്യൂസ് ആയപ്പോൾ ഈ സർക്യൂട്ട് ഇവിടെ ബ്രേക്കായി, കറണ്ട് ഇതിലെ കടന്നു പോകുന്നില്ല. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ കറണ്ട് ഇതിലെ കടന്നു പോകുന്നില്ല. അപ്പോൾ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് അല്ല, ഒരു ബ്രേക്ക് വന്നു. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? B2 എന്ന് പറയുന്ന ബൾബ് തെളിയില്ല. അതേസമയം ഈ സർക്യൂട്ട് നോക്കുക, ഇവിടെയും B1 എന്ന് പറയുന്ന ബൾബ് ഫ്യൂസായി എന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് അറിയാം കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുവഴി കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഇവിടെ സർക്യൂട്ട് ബ്രേക്ക് വന്നു. ബട്ട് എന്ത് സംഭവിക്കും? ഈ സെക്കൻഡ് ബൾബിൽ കൂടി കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് ഈ സർക്യൂട്ട് എന്താണ്? കംപ്ലീറ്റ് സർക്യൂട്ട് ആണ്. യു ഗെറ്റ് ദിസ്? ഇതിങ്ങനെ ഒരു കംപ്ലീറ്റ് സർക്യൂട്ടാണ് വിതൗട്ട് എനി ബ്രേക്ക് ഇൻ ദി സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു ബൾബ് ഫ്യൂസായി പോയാലും സെക്കൻഡ് ബൾബ് വിൽ ഗ്ലോ. അതാണ് സീരീസും പാരലലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ സീരീസ് കണക്ഷനിൽ ഏതെങ്കിലും ഒരു അപ്ലയൻസസ് ഫ്യൂസായി അല്ലെങ്കിൽ കേടായാൽ മറ്റുള്ള അപ്ലയൻസസ് വർക്ക് ചെയ്യില്ല. ബിക്കോസ് അവിടെ ആ സർക്യൂട്ട് ബ്രേക്കായി. അതേസമയം പാരലൽ കണക്ഷനിൽ ഏതെങ്കിലും ഒരു അപ്ലയൻസസിന് കംപ്ലൈൻറ്റ് വന്നാൽ പോലും മറ്റ് അപ്ലയൻസസും എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് പാരലൽ കണക്ഷനുള്ള ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു സീരീസ് കണക്ഷനാണ്. രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സപ്ലൈ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെല്ലുണ്ട്, അതിൻ്റെ കീ. ഇനി നമുക്കറിയാം സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആയിരിക്കും. അപ്പം ഈ റെസിസ്റ്ററിലും R1ലും R2ലും ഉള്ള കറണ്ട് എന്താണ്? I തന്നെയാണ്. ഓക്കെ, അതേസമയം എന്താണ്? പൊട്ടൻഷ്യൽ വിൽ ബി ഡിഫറെൻറ്റ്. അപ്പം R1ലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? V1 എന്ന് ഡിനോട്ട് ചെയ്യുക. R2ലുള്ള പൊട്ടൻഷ്യലിനെ V2 എന്നും ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? V. സോ ഈ V എന്ന് പറയുന്ന പൊട്ടൻഷ്യലാണ് ഇവിടെ സ്പ്ലിറ്റപ്പായി V1ഉം V2ഉമായിട്ട് ഡിവൈഡ് ചെയ്ത് പോയത്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് അനുസരിച്ചിട്ടാണ് ഈ V1ഉം V2ഉം വ്യത്യാസപ്പെട്ടിരിക്കുക. അപ്പോൾ V എന്ന് പറയുന്ന ഈ ടോട്ടൽ വോൾട്ടേജ് ആണ് ഇവിടെ സ്പ്ലിറ്റപ്പ് ആയത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? V ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2 അല്ലേ? ഈ V എന്ന് പറയുന്ന നമ്മൾ സപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് ഇവിടെ സ്പ്ലിറ്റപ്പായി പോയത്. ഇനി അക്കോർഡിംഗ് ടു ഓംസ് ലോ നമുക്കറിയാം എന്താണ്? V ഇസ് ഈക്വൽ ടു IR. V ഇസ് ഈക്വൽ ടു IR. ഏത് ലോ ആണത്? ഓംസ് ലോ. ഓംസ് ലോ അനുസരിച്ച് V എന്ന് പറയുന്നത് എന്താണ്? IR. സോ ഈ V ഈക്വൽ ടു IR അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V is equal to IR. This R is the total resistance in the circuit. എന്താണ്? R is the total resistance in the circuit. ഇനി V1 എന്താണ്? R1ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആണ് എന്ത്? V1 എന്ന് പറയുന്നത്. സോ
R1ൽ കൂടിയുള്ള കറണ്ട് എത്രയാണ്? I. So V1 can be written as IR1 and V2 എന്താണ്? R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V2. സോ V2 ക്യാൻ ബി റിട്ടൺ ആസ് കറണ്ട് എന്ത് തന്നെയാണ്? രണ്ട് റെസിസ്റ്റൻസിനുള്ള കറണ്ട് I തന്നെയാണ്. സോ IR2. ഇനി then this we can write as IR is equal to I into R1 plus R2. I is the same, so the cancel the board and we get this as the total resistance or the effective resistance in the circuit. R is equal to R1 plus R2. Effective resistance R is equal to R1 plus R2. So in a series circuit, the effective resistance in the circuit is the sum of the individual resistances. Okay. ഇനി നമുക്ക് പാരലൽ കണക്ഷൻ്റെ കേസ് ചെക്ക് ചെയ്യാം. ഈ സർക്യൂട്ട് നോക്കൂ. R1 and R2 are two resistors connected in parallel. Then we have a source to supply the potential difference and a key. കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, പാരലൽ കണക്ഷനിൽ കറണ്ട് സ്പ്ലിറ്റ് ആവും. സോ നമ്മൾ സപ്ലൈ ചെയ്ത കറണ്ട് I ആയിരുന്നെങ്കിൽ അതിവിടെ R1ൽ കൂടി I1 എന്ന കറണ്ടും R2ൽ കൂടി I2 എന്ന് പറയുന്ന കറണ്ടുമായി സ്പ്ലിറ്റ് ചെയ്തു പോയി. കറണ്ട് ഡിവൈഡ് ചെയ്തു. വേറസ് എന്ത് തന്നെയാണ്? പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇവിടെ നമ്മൾ എത്ര പൊട്ടൻഷ്യൽ സപ്ലൈ ചെയ്തോ അത് തന്നെയായിരിക്കും ഈ ഓരോ റെസിസ്റ്ററിൽ കൂടിയും ഉള്ളത്. അപ്പം പൊട്ടൻഷ്യലിന് ചേഞ്ച് ഇല്ല. ഇവിടെയും V തന്നെയാണ് പൊട്ടൻഷ്യൽ, ഇവിടെയും V തന്നെയാണ് പൊട്ടൻഷ്യൽ. Then again according to Ohm's law, അപ്പോൾ നമുക്കറിയാം ഇവിടെ കറന്റ് ആണ് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പം this total current I will be the sum of these two currents through the two resistors. So I is equal to I1 plus I2. Then again according to Ohm's law, I is equal to V by R. So here we can write this as V by R, and here we know that the potential is the same. So V by R1 plus V by R2. Potential same ആണ്, കറന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. So we can write the potential as the same value here. Then V is common, so V by R is equal to V into 1 by R1 plus 1 by R2. This V gets cancelled and we get this as 1 by R is equal to 1 by R1 plus 1 by R2. From this we get the effective resistance R. Here we can write this as a parallel, equal to R1 R2 by R1 plus R2. R1 R2 by R1 plus R2. അപ്പോൾ നമ്മൾ സീരീസിൽ എന്താണ് കണ്ടത്? R is equal to R1 plus R2, whereas in parallel R is equal to R1 R2 by R1 plus R2. സോ സീരീസ് കണക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ്? സമ്മാണ്, സം ഓഫ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ്. അപ്പോൾ സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്, വെറാസ് in parallel connection the effective resistance will decrease. Okay, that's all about series and parallel connection. Classes നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ക്ലാസ്സിനെ പറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി.